കഴക്കൂട്ടം കാര്യവട്ടത്തിനും അതുപോലെ തന്നെ ചന്തവിളയ്ക്കും സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 4 BHK വീട് നമുക്ക് അതും കിഴക്ക് ദർശനത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു വീട്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രഫാസ് പഞ്ഞാറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഈ ഒരു വീട് വരുന്നത് 1860 സ്ക്വയർ ഫീറ്റിൽ 4.8 സെന്റിലാണ്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് 4 BHK വീടാണ്. നമുക്ക് ഈ ഒരു വീടിന്റെ അക്സസിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡിന്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററും അതുപോലെ തന്നെ ചന്തവിള MC റോഡിൽ നിന്നും 600 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയേ, അതിവിശാലമായിട്ടുള്ള നല്ല ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. 2 വലിയ വണ്ടികൾക്ക് സുഗമമായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയും. ഇതേ നോക്കിയേ, നല്ല ഒരു എൻട്രി കൂടിയുണ്ട്. അതായത് ഇവിടെ നിന്ന് വഴിയിൽ നിന്ന് നമുക്ക് വീടിന്റെ ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ ഇവിടെ നമുക്ക് കോർപ്പറേഷൻ ലിമിറ്റാണ്. ഇവിടെ നമുക്ക് ബോർവെല്ലിന്റെ സൗകര്യം ഇവിടെ ലഭ്യമാണ്. കൂടാതെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷനും നമുക്ക് ഇവിടെ കോർപ്പറേഷന്റെ പൈപ്പ് കണക്ഷനും ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ. ഇതിന് ചുറ്റാകെല്ലാം നല്ല വീട് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു 3 BHK വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീടാണ് നമുക്ക് 3 BHK വീട് വന്നിട്ടുള്ളത്. ഈ ഒരു വീടെന്ന് പറയുന്നത് 1360 സ്ക്വയർ ഫീറ്റിൽ 4.25 സെന്റിലാണ് നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മിതി വരുന്നത്. ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്ന ഏരിയ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. ഈ ഒരു വീടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ്. 3 BHK ഹൗസാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് പ്ലാവിൽ തീർത്തിട്ടുള്ള തടിയിലാണ്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഹാള് തന്നെ നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് കിച്ചണിലേക്ക് വരാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള വളരെ നല്ലൊരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ എല്ലാം നല്ല ഡിസൈനിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ്, കിച്ചണിലെ സ്റ്റോറേജ് സ്പേസ് വളരെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത് കേട്ടോ. കൂടാതെ താഴ്ഭാഗത്ത് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഏരിയ ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ താഴ്ഭാഗത്ത് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള തടിയിലെ ഒരു അലമാര ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ നമുക്കിവിടെ ക്വാളിറ്റി ടൈൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ലൈറ്റ് ഗ്രീൻ കളർ അതുപോലെ തന്നെ ചന്ദന കളർ പെയിൻ്റാണ് നമുക്ക് ഇവിടെ വരുന്നത്.
നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ചേർന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള കളർ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബേസിക് ആയിട്ട് ഒരു അലമാര വരുന്നു. കൂടാതെ തന്നെ ടൈൽസ് നമുക്ക് ഇവിടെ 2x4 വർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഇവിടെ എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഗ്ലാസ് വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം നമുക്ക് ഈ ഒരു താഴ്ഭാഗത്തേക്ക് ലഭിക്കും. നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇതുവഴി ലഭിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തും അതിവിശാലമായിട്ടുള്ള നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് മുകൾ ഭാഗത്തെ ബാൽക്കണി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഈ ഒരു ഏരിയയിലേക്ക് എല്ലാം നല്ല വീട് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. ഭാഗത്ത് നിന്നും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇവിടെയായിട്ടാണ് നമുക്ക് സ്റ്റെയർ കേസ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ്
കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് റോഡ് സൈഡ് കാണാനായിട്ട് കഴിയും. ഇതേ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് റോഡ് സൈഡ് കാണാനായിട്ട് കഴിയും. എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.